പത്തനംതിട്ട അടൂരിൽ ഹർത്താലിനിടെ കുഞ്ഞുങ്ങളുമായി എത്തിയ യുവതികളെ തടഞ്ഞതിൽ കേസ്. കണ്ടാൽ അറിയാവുന്ന 50 പേർക്കെതിരെയാണ് കേസെടുത്തത്. ബംഗളൂരുവിൽ നിന്നെത്തിയ റിൻസിയെയും സോണിയെയുമാണ് തടഞ്ഞത്. വീട്ടിലേക്ക് പോകുന്നതിനിടെ ഇവർ കയറിയ ബസ് തടയുകയായിരുന്നു. ശശി നാരായണൻ വിവരങ്ങൾ നൽകും. ശശി, ആ സ്ത്രീകളുടെ പ്രതികരണവും ആ സ്ത്രീകൾ വളരെ ഇൻസ്റ്റൻ്റായി തന്നെ മറുപടി നൽകിയതുമൊക്കെ ഒരുപാട് ചർച്ചയായതുമാണ്. എന്താണ് വിശദാംശങ്ങൾ കേസിൻ്റെ? ഇന്നലെ നടന്ന ഹർത്താലുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ 50ഓളം പേരുടെ പേരിൽ കേസ് പോലീസ് എടുത്തിട്ടുള്ള. അടൂരിലാണ് ഈ 50ഓളം പ്രവർത്തകരുടെ പേരിൽ പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. പ്രധാനമായും പറയുന്നത് ഈ ബാംഗ്ലൂരിൽ നിന്നെത്തിയ യുവതി, അതായത് റിൻസി, സോണി എന്നിവരുടെ കുട്ടികളുമായി അവർ നാട്ടിലേക്ക് വരികയായിരുന്നു. അവിടെ വെച്ച് അടൂർ വെച്ചാണ് ബസ് KSRTC ബസ് തടഞ്ഞ ശേഷം ഇവരെ നിർബന്ധിച്ച് പുറത്തിറക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടവർക്ക് പിന്നീട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. അതിൽ കൃത്യമായ ആ സമയത്ത് തന്നെ അവർ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതെല്ലാം സമരക്കാർ പറയുന്നത് നേരത്തെ ഇതെല്ലാം മുൻകൂട്ടി അറിഞ്ഞിട്ടും മനഃപൂർവ്വം ഈ ഹർത്താൽ പൊളിക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ച ആളുകളാണെന്നുള്ള രീതിയിലാണ് ആദ്യഘട്ടത്തിലൊക്കെ പ്രതികരണങ്ങൾ പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ ഈ യുവതികൾ അവിടെ തങ്ങളുടെ ആവശ്യം പറയുകയും അത് കൃത്യമായി മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് പിന്നീട് ഹർത്താലുകൾ പിന്നീട് പല രീതിയിലുള്ള മുദ്രാവാക്യം ചെയ്തു. പക്ഷേ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് നിലവിൽ ഇത് സംബന്ധിച്ച് ഹർത്താലുമായി ബന്ധപ്പെട്ട് ഇവരുടെ യാത്രാ തടസ്സവുമായി ബന്ധപ്പെട്ട് 50ഓളം പേർക്കെതിരെ, അവിടെ പ്രതിഷേധം സംഘടിപ്പിച്ച 50ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ തിരുവല്ലയിലും സമാനമായ രീതിയിൽ ക്യാൻസർ രോഗിയെ തടഞ്ഞൊരു കേസുണ്ടായിരുന്നു. അതിൽ കാലടി സ്വദേശി സിജു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അജിമോൻ എന്ന നേതാവിനെതിരെയാണ് പോലീസ് കേസെടുത്തുള്ളത്. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് മുൻകൂട്ടി അറിയിച്ചിട്ടും അതെല്ലാം വാഹനങ്ങൾ തടയില്ല എന്നുള്ള പ്രഖ്യാപനം നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആളുകൾ സ്വകാര്യ വാഹനങ്ങളിലൊക്കെ എത്തുമ്പോൾ ആ വാഹനങ്ങൾ തടഞ്ഞതാണ് അത് കൃത്യമായി ഒരു കേസെടുക്കാൻ പോലീസിനെ കൊണ്ട് പ്രേരിപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത്. നിലവിൽ കണ്ടാൽ അറിയുന്ന ആളുകളുടെ പേരിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കണ്ടാൽ അറിയുന്ന ആളുകളുടെ പേരിലാണ് പോലീസ് ഈ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുന്നുള്ള കാര്യങ്ങളൊക്കെ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസുകൾ എടുത്തുള്ളത്. അടൂരും അതുപോലെ തന്നെ തിരുവല്ലയിലും ഈ ക്യാൻസർ രോഗിയെ തടഞ്ഞു ചികിത്സ നിഷേധിക്കാൻ ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അത് വലിയ ചർച്ചയായും ചെയ്തു. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പോലീസ് ഇപ്പൊ മറ്റു പരാതികളുടെ അടിസ്ഥാനത്തിൽ ഈ ഹർത്താൽ അനുകൂലികൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ശശി, ഈ കുഞ്ഞുങ്ങളുമായി എത്തിയ യുവതികളെ തടഞ്ഞ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണിക്കുന്നു. അപ്പോൾ ഈ പെൺകുട്ടികൾ, അതായത് ഈ സ്ത്രീകൾ പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നോ, അല്ലെങ്കിൽ അവർ നേരിട്ട് ഒരു പരാതി എഴുതി നൽകിയിട്ടില്ലല്ലോ അല്ലേ? ഇത് അത്ര പരാതിയില്ല. പക്ഷെ നേരെ മറിച്ച് ഇന്നലെ തന്നെ അവര് കുട്ടികളുമായി ബാംഗ്ലൂരിൽ നിന്നാണ് ദീർഘദൂര യാത്ര ചെയ്താണ് അവർ നാട്ടിലേക്ക് എത്താൻ വന്നത്. അടൂര് വന്നതിന് ശേഷം അടുത്ത ബസ് കയറി പുറപ്പെടാനുള്ള ശ്രമത്തിനിടയിലാണ് ഈ ബസ് തടഞ്ഞു നിർത്തിയതിനു ശേഷം ഇവരെ പുറത്തിറങ്ങേണ്ട സാഹചര്യമുണ്ട്. മറ്റ് സഞ്ചരിക്കാൻ മാർഗമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. 2 കുട്ടികളുണ്ട്, അവർ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ലെന്നുള്ള കാര്യം കൂടി ഈ യുവതികൾ വ്യക്തമാക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ കേസ് സമാജം എടുത്തിട്ടുള്ളത്. 50ഓളം പേരാണ് ഹർത്താലുമായി ബന്ധപ്പെട്ട അടൂരിൽ കണ്ടാൽ അറിയാവുന്ന 50ഓളം പേർക്കെതിരെയാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സമാനമായ രീതിയിൽ ജില്ലയിലെ പല ഭാഗങ്ങളിലും സമാനമായ രീതിയിൽ ചില അനിഷ്ട സംഭവങ്ങൾ, ചെറിയ ഇത്തരത്തിൽ വഴി ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇനി ഒരുപക്ഷെ വരും കേസുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ ഹർത്താലിന്റെ ആദ്യ മണിക്കൂറുകളിൽ വഴി തടയില്ല, വാഹന ഗതാഗതത്തിന് തടസ്സമില്ല എന്നൊക്കെയാണ് ആദ്യം അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ആളുകൾ പുറത്തിറങ്ങുകയും പിന്നീട് ബൈക്കിലും അതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങളിൽ എത്തിയ ആളുകൾക്കൊക്കെ ഈ വഴി തടസ്സവും അതുപോലെ തന്നെ യാത്ര തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക്, പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ വലിയ രീതിയിലുള്ള തടസ്സങ്ങളുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അടൂരിൽ മാത്രം 50ഓളം പേർക്കെതിരെ ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുള്ളത്. ഈ തിരുവല്ലയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്യാൻസർ രോഗികൾക്ക് ആശുപത്രി പോകാൻ നേരത്തെ അദ്ദേഹത്തിന്റെ ചീട്ട് കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലും ഈ അജിമോൻ എന്ന നേതാവിനെയാണ് അറസ്റ്റ് ചെയ്തത്. കാലടി സ്വദേശിയായ സിജു അവനെ സംബന്ധിച്ച് പരാതി. അതുകൊണ്ട് ഇത്തരത്തിൽ 2 കേസുകളാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ഹർത്താലുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്തിട്ടുള്ളത്. ശശി നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.